മാണിപ്രേക്ഷകർക്കും ബി പോസിറ്റീവിലേക്ക് സ്വാഗതം. ശരത്, ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബി പോസിറ്റീവില് 200ാമത്തെ എപ്പിസോഡ് സെലിബ്രേറ്റ് ചെയ്യാണ് അല്ലേ? അതെ, തീർച്ചയായിട്ടും ഗോപിക. കാരണം പ്രഭാത സൂര്യന്റെ പൊൻകിരണങ്ങൾ പുഞ്ചിരി തൂകുന്ന ഈ ഒരു പുലർക്കാല വേളയിൽ ബി പോസിറ്റീവ് 200ന്റെ ആ ഒരു നിറവിൽ നിന്ന് വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ ബി പോസിറ്റീവ് ടീം അംഗങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. കാരണം ഒരു പരിപാടി 200 എപ്പിസോഡ് പിന്നിടുക, 200 അധ്യായങ്ങൾ പിന്നിടുക എന്ന് പറയുന്ന ഒരു ചെറിയൊരു കാര്യമല്ല. തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ട് അതിന്റെ പിന്നിലുള്ള നമ്മുടെ എന്താ പറയാ സ്റ്റാഫിന്റെ ഒരു വലിയൊരു പ്രയത്നം തന്നെയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രേക്ഷകരുടെ സപ്പോർട്ടും ഞങ്ങൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതെ ഗോപിക. കാരണം നമ്മളിപ്പോൾ നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നു, പക്ഷേ ഞങ്ങളെ സംസാരിക്കാൻ പ്രാപ്തരാക്കിയ പ്രവർത്തിക്കുന്ന ഒരു പിടി ആൾക്കാരുണ്ട് ഞങ്ങളുടെ പിന്നിൽ. ശരിക്കും ഞങ്ങളുടെ ഈ ഒരു വിജയം എന്ന് പറയുന്നത് ഞങ്ങളുടെ ടീം അംഗങ്ങളുടെ വിജയമാണ്. ശരിക്കും ഞങ്ങളുടെ ബി പോസിറ്റീവ് ടീം അംഗങ്ങൾ മുഴുവൻ ആ ഒരു സന്തോഷത്തിൻ്റെ നിറവിലാണ്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു സന്തോഷമാണ്. കാരണം അതിനോടൊപ്പം തന്നെ ഒരു നല്ലൊരു സംതൃപ്തി ഉണ്ടല്ലേ. കാരണം ബി പോസിറ്റീവ് എപ്പോഴും ഞങ്ങളുടെ പ്രേക്ഷകർക്ക് അവരുടെ അഭിരുചിക്ക് അനുസരിച്ചുള്ള വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങളാണ് എത്തിച്ചിട്ടുള്ളത്. 2016 ജനുവരി 1, അതായത് ഈ വർഷം ജനുവരി 1 നമ്മുടെ പുതുവർഷ ആരംഭത്തിൽ പ്രേക്ഷകർക്ക് നൽകിയ കൈനീട്ടമായിരുന്നു തീർച്ചയായിട്ടും നമ്മുടെ ഈ പ്രോഗ്രാം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ പല മേഖലകളെ നമ്മുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താനായിട്ടുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. അതിപ്പോ പാട്ടാണെങ്കിലും നമുക്ക് ലളിത സംഗീതം വളരെ മനോഹരമായിട്ടുള്ള ഒരു സംഗീതമാണ് ലളിത സംഗീതം. കാരണം പഠിക്കാത്തവർക്കും ആസ്വദിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ലളിത സംഗീതം ശുഭസംഗീതത്തിൽ ഉൾപ്പെടുത്തിയത്. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും നമ്മൾ കൂടുതൽ പറയാം, പക്ഷെ അതിന് മുമ്പ് നമുക്കൊരു പാട്ട് കേട്ടിട്ട് തീർച്ചയായിട്ടും ഇന്ന് 200ന്റെ നിറവിലായതുകൊണ്ട് തന്നെ ആ സന്തോഷം കൂടുതൽ ഇരട്ടിപ്പിക്കാനായിട്ട് പതിവ് പോലെ തന്നെ നമ്മൾ നമ്മുടെ ആദ്യ പരിപാടിയിലേക്ക് കടക്കുകയാണ്. സംഗീത സാന്ദ്രമായ ശുഭസംഗീതം. കവിയുടെ ആത്മാവും കല്ലോലങ്ങളും ചിലങ്കകൾ അണിയുന്ന നേരം, കഥകളി ചമയങ്ങൾ അണിയുന്ന തീരം, നീളാനദിയുടെ നിർമ്മല തീരം, ഏഴര വെളുപ്പിൻ്റെ കാന്തയാമത്തെ കിളികൊട്ടുണർത്തുന്ന നേരം, ഏഴര വെളുപ്പിൻ്റെ കാന്തയാമത്തെ കിളികൊട്ടുണർത്തുന്ന നേരം, ഹൃദയം മറ്റൊരു കഥകളി അരങ്ങിൻ്റെ കളിവിളക്കാകും മുഹൂർത്തം, പ്രകൃതിയും പൂജിക്കും പുണ്യമുഹൂർത്തം, നീളാനദിയുടെ നിർമ്മല തീരം, പീലികൾ വിടർത്തുന്ന ഭാമചൈതന്യത്തെ താളം തൊട്ടുണർത്തുന്ന നേരം, പീലികൾ വിടർത്തുന്ന ഭാമചൈതന്യത്തെ താളം തൊട്ടുണർത്തുന്ന നേരം, മനസ്സിൽ സർഗസരോജങ്ങൾ വിടർത്തുന്ന സരസ്വതി പൂജാ മുഹൂർത്തം, കവിയുടെ കാന്ത ധന്യമുഹൂർത്തം, നീളാനദിയുടെ നിർമ്മല തീരം, നിരുപമ ഭാവാർദ്ര തീരം, കവിയുടെ ആത്മാവും കല്ലോലങ്ങളും ചിലങ്കകൾ അണിയുന്ന നേരം, കഥകളി ചമയങ്ങൾ അണിയുന്ന തീരം, നീളാനദിയുടെ നിർമ്മല തീരം. ചരിത്ര സംഭവങ്ങളെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും ബി പോസിറ്റീവ് എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്ത സെഗ്മെന്റ് എന്ന് പറയുന്നത് ചരിത്ര സംഭവങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു സെഗ്മെന്റ് ആണ്. നമുക്ക് കാണാം ചരിത്രത്തിൽ നിന്ന്.
ശരത്, ഇന്ന് നമ്മൾ 200ന്റെ നിറവിൽ നിൽക്കുകയാണ് അല്ലേ? തീർച്ചയായിട്ടും അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നല്ല നല്ല മുഹൂർത്തങ്ങൾ നമ്മൾ ഈ ഒരു സഞ്ചാരത്തിൽ നമുക്ക് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും. അപ്പൊ ആ മുഹൂർത്തങ്ങളെല്ലാം നമുക്കൊന്ന് തിരിഞ്ഞു നോക്കണ്ടേ? തീർച്ചയായിട്ടും അതൊന്നുകൂടെ കാണാനായിട്ടുള്ള ഒരു ആഗ്രഹം. തീർച്ചയായിട്ടും. കാരണം ഗോപിക പറഞ്ഞതുപോലെ നമ്മൾ പല പല സംഭവങ്ങളാണ്, ശരിക്കും പറയാൻ സംഭവങ്ങൾ എന്ന് തന്നെ പറയാം, പല പല പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന പല രുചിക്കൂട്ടുകളാണ് ഞങ്ങൾ പല വിഭവങ്ങളായി അവരുടെ മുന്നിൽ എത്തിച്ചത്. കാരണം അവർ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് സെലിബ്രിറ്റീസ് വരുന്ന, വിശിഷ്ട വ്യക്തികൾ വരുന്ന എനിക്ക് പറയാനുള്ളത്, അതുപോലെ തന്നെ അവരുടെ മധുരമായ പ്രഭാത സ്മൃതികൾ. അതൊക്കെ തന്നെ ഒരിക്കലും നമുക്ക് വിസ്മരിക്കാൻ പറ്റില്ല. കാരണം പ്രഗത്ഭരായ പല മേഖലകളിൽ പ്രഗത്ഭരായ വ്യക്തികളെയാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുള്ളത്. സിനിമാ മേഖലയിൽ നിന്ന് നന്ദു വന്നിട്ടുണ്ട്, നമ്മുടെ നന്ദുചേട്ടൻ, സോന ചേച്ചി, അതുപോലെ മായ, അതുപോലെ ഒരുപാട് ഒരുപാട് വിശിഷ്ട വ്യക്തികൾ, സംഗീത രംഗത്തെ കുലപതി എന്ന് പറയാം നമ്മുടെ ഓമനക്കുട്ടി ടീച്ചർ. അത് മാത്രമല്ല ഗോപിക, പലപ്പോഴും നമുക്ക് ഇവിടെ വന്ന കത്തുകൾ നമ്മൾ നോക്കിയിട്ടില്ലേ, ഒന്നുകൂടി ഇതൊന്ന് കാണിക്കാമോ എന്ന്. നമ്മുടെ പരിപാടിക്ക് റിപ്പീറ്റേഷൻ ഇല്ല, ആവർത്തനമില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു ദിവസം പഴയ സ്മൃതികളിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക്. അതെ, തിരിച്ചുപോക്ക് തന്നെയാണ്. എന്ത് തന്നെയായാലും നമുക്ക് കാണാം പ്രേക്ഷകർ ഒരുപാട് ഇഷ്ടപ്പെട്ട ആ പഴയ മുഹൂർത്തങ്ങളിലേക്ക് ഒരു തിരിച്ചുപോക്ക്. ശാരദ വിധുവിൻ ശീതളകിരണം സാന്ത്വന ചന്ദനമായി പരിഭവയമുന തന്തുവിൽ ഹൃദയം പ്രണയ സുധാരസമായി ഹരേ ശ്യാമ ഹരേ. ശരിക്കും എന്ത് കാര്യവും ഒരു പോസിറ്റിവിറ്റി ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ബി പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേടാൻ പറ്റാത്ത കാര്യങ്ങളായിട്ട് ഒന്നും ഉണ്ടാവില്ല. എത്ര നല്ല ക്രൂഷ്യൽ ഫീലാണെന്നുണ്ടെങ്കിൽ പോലും അതിനെ നല്ല രീതിയിൽ ഫേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, പോസിറ്റീവായിട്ട് തന്നെ ഫേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനെ പോസിറ്റീവ് എനർജി, ഇങ്ങനെ ആ ഒരു വൈബ് നമുക്ക് കൊടുക്കാൻ സാധിക്കും. നാളെ இந்த வேளை பார்த்து ஓடி வானிலா, நாளை இந்த வேளை பார்த்து ஓடி வானிலா, இன்று எந்தல் தலைவன் இல்லை சென்று வானிலா, தென்றலே என் தனிமை கண்டு நின்று போய்விடு, தென்றலே என் தனிமை കണ്ട് നിன்று പോയിവിട്. 12 വയസ്സ് എന്നാണ് ഷോർട്ട് സിനിമ. ഞാൻ 40 മിനിറ്റ് സിനിമ എന്നാണ് അതിനെ വിളിക്കുന്നത്. കാരണം അത് സ്ത്രീ സുരക്ഷയെ സംബന്ധിക്കുന്ന ഒരു വിഷയമാണത്. നിശാനദിയിൽ വിഷാദികളായി ഒഴുകിയകലേ വിനാഴികകൾ, നിശൂന്യതയിൽ ഓരോർമ്മയുമായി ഒടുവിലിവിടെ നീ ശിലാലിപിയായി. നൈഷധൻ ഇവൻ താൻ, നൈഷധൻ ഇവൻ താൻ,
നൈഷധൻ ഇവൻ താൻ ഒരീശലില്ലാമേ നിർണയം ഇവൻ താനൊരു ഈശലില്ലാമേ നിർണയം. ഉറങ്ങാതെ രാവുറങ്ങിയ മിഴിവാതിൽ ഇതൾ ചാരി നിഴൽ നാളം തിരിതാഴ്ത്തി മനസ്സു നീർത്തുന്ന പൂമെത്തയിൽ. ആരാധകർ കൂടുതൽ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നന്നായിട്ട് അഭിനയിക്കണം. നമ്മുടെ അഭിനയം നന്നായിരിക്കണം, നമ്മുടെ സ്വഭാവം നന്നായിരിക്കണം. ഇന്നലെ എങ്ങോ പോയി മറഞ്ഞു, ഇന്നൊരു സ്വപ്നം കൂടെ വന്നു, വെന്തു കരിഞ്ഞൊരു ചില്ലകളിൽ ചെന്തളിരിൻ തല പൊന്തി വന്നു. സംഗീത ഭാരതി എന്നുള്ള പേരിടാൻ അദ്ദേഹം വളരെ വിദഗ്ധനാണ്. അപ്പൊ സംഗീത ഭാരതി ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇതുപോലൊരു പേര് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനും ഇല്ലാന്ന് തോന്നുന്നു. ഹരിതവനത്തിൻ്റെ കുളിർച്ചായയിൽ അമൃതമന്ദാരില ഒഴുകി വരുമ്പോൾ ഹൃദയരുമാഞ്ചം പകരാതണയു അനുരാഗമെഴുതും മലയാള കവിതേ. എനിക്ക് കൈരളിയോടാണ് നന്ദി പറയുന്നത്. കൈരളിയുടെ താരോത്സവം എന്നൊരു ഷോയിൽ 2 പ്രാവശ്യം ഞാൻ വിന്നറായിരുന്നു. എൻ്റെ ടീം, ഞാൻ നയിച്ച ടീമായിരുന്നു ഫസ്റ്റ് കിട്ടിയത്. ഒരിക്കൽ ഞാൻ ബെസ്റ്റ് പെർഫോമർ ആയിരുന്നു. സ്വരമഴയിൽ ഞങ്ങൾ നനഞ്ഞു പോയി, അകലെ നിന്നാരോ മുരളിയിലൂതും സ്വരമഴയിൽ ഞങ്ങൾ നനഞ്ഞു പോയി. ശരത്തെ, നമ്മുടെ ബി പോസിറ്റീവിന്റെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് പ്രേക്ഷകരെ കൂടുതൽ പോസിറ്റീവ് ആക്കുക, അവരുടെ ഉള്ളിൽ ഒരു പോസിറ്റീവ് എനർജി നിറയ്ക്കുക. അതെ, അത് ശരിയാണ്. നമുക്ക് പ്രത്യേകിച്ചൊന്നും വലുതായിട്ട് സമൂഹത്തിന് ചെയ്യാൻ കഴിയില്ലെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മടിയില്ലാതെ നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ അതിനൊരു ആത്മസംതൃപ്തി ഉണ്ടാവും, അല്ലേ ഗോപിക? തീർച്ചയായിട്ടും. അതേപോലെ നമ്മുടെ പ്രേക്ഷകരുടെ ഉള്ളിൽ ആ ഒരു എന്താ പറയാ ആത്മവിശ്വാസം വളർത്തുക എന്നുള്ളൊരു ലക്ഷ്യമുണ്ട്. ഇല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു ആത്മവിശ്വാസം പറഞ്ഞു വരുമ്പോൾ ബി പോസിറ്റീവിന്റെ പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും അറിയാം, ആത്മവിശ്വാസം ക്യാപ്സ്യൂൾ രൂപത്തിൽ പ്രദാനം ചെയ്യുന്ന ഒരു പ്രധാന ഘടകമാണ് നമ്മുടെ ബി പോസിറ്റീവിന്റെ നെടുന്തൂണ് എന്ന് പറയുന്ന പ്രവീൺ പരമേശ്വരൻ നയിക്കുന്ന വഴിത്തിരിവ്. അപ്പൊ ഈ 200-ാം എപ്പിസോഡ് നമുക്ക് കാണാം ഒരു സ്പെഷ്യൽ വഴിത്തിരിവ് പ്രവീൺ പരമേശ്വരനോടൊപ്പം. നമ്മളെല്ലാവരും കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കുന്നവരാണ്. കമ്പ്യൂട്ടർ ആകട്ടെ, ലാപ്ടോപ്പ് ആകട്ടെ, മൊബൈൽ ഫോൺ, ടാബ്ലറ്റുകൾ, ഇങ്ങനെ ഇത്തരത്തിലുള്ള ഏതെങ്കിലുമൊക്കെ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ഇവയൊക്കെ എങ്ങനെ പ്രവർത്തിക്കുന്നു? ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം അതിനുള്ളിൽ ചെയ്തു വച്ചിരിക്കുന്ന പ്രോഗ്രാമുകളാണ്. ഇവയ്ക്കൊക്കെ ഉള്ളിലുള്ള ഒരു ചെറിയ ചിപ്പ് ഉണ്ടാവും. ഈ ചിപ്പിൽ മനുഷ്യൻ ചെയ്തു വച്ചിരിക്കുന്ന പ്രോഗ്രാമിനനുസരിച്ച് കൊണ്ടാണ് ഈ ഉപകരണങ്ങളെല്ലാം തന്നെ പ്രവർത്തിക്കുന്നത്. ശരിയായ പ്രോഗ്രാമാണ് നമ്മൾ ചെയ്തിരിക്കുന്നതെങ്കിൽ ശരിയായ ഔട്ട്പുട്ട് നമുക്ക് ഈ ഉപകരണങ്ങളിൽ നിന്ന് കിട്ടും. എന്നാൽ പ്രോഗ്രാം തെറ്റാണെങ്കിൽ തെറ്റായ ഔട്ട്പുട്ടായിരിക്കും ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുക. ഇതുപോലെ ഒരു കമ്പ്യൂട്ടറാണ് മനുഷ്യനും. നമ്മുടെ ഉള്ളിലും നമ്മുടെ മനസ്സെന്ന ഒരു ചിപ്പുണ്ട്. ആ ചിപ്പിൻ്റെ പ്രോഗ്രാമിങ്ങിനനുസരിച്ചാണ് നമ്മുടെയും പ്രവർത്തനം മുന്നോട്ട് പോവുക. എങ്ങനെയാണോ ശരിയായ പ്രോഗ്രാമിംഗ് ശരിയായ ഔട്ട്പുട്ട് മെഷീൻസിൽ നിന്നും തരുന്നത്, അതുപോലെ തെറ്റായ പ്രോഗ്രാമിംഗ് തെറ്റായ ഔട്ട്പുട്ട് തരുന്നത്, അതുപോലെ നമ്മുടെ ഉള്ളിലെ മനസ്സെന്ന ചിപ്പിലെ പ്രോഗ്രാമിംഗ് മികച്ചതാണെങ്കിൽ മികച്ച രീതിയിലുള്ള ഔട്ട്പുട്ടായിരിക്കും പുറത്തേക്ക് വരുന്നത്. എന്നാൽ ആ പ്രോഗ്രാമിംഗ് മോശമാണെങ്കിൽ മോശമായ ഔട്ട്പുട്ടായിരിക്കും പുറത്തേക്ക് വരിക. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഈ മനസ്സ് പ്രോഗ്രാം ചെയ്യപ്പെടുന്നത്. 2 രീതികളിലാണ് മനസ്സ് എപ്പോഴും പ്രോഗ്രാം ചെയ്യപ്പെടുന്നത്. ഒന്ന്, നമ്മുടെ ഒരു ഹെറിഡിറ്ററിയുടെ ഭാഗമായിട്ട്, ജനറ്റിക്സിൻ്റെ ഭാഗമായിട്ട്, അച്ഛൻ്റെയും അമ്മയുടെയും കുടുംബത്തിൻ്റെയും ഒക്കെ തന്നെ ഒരു പ്രോഗ്രാമിംഗ്, അതൊരു സ്വഭാവമാകട്ടെ, രീതികളാകട്ടെ, ശൈലികളാകട്ടെ, ഇത് പലതും ജീനുകളിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് എത്തുകയും നമ്മുടെ മനസ്സിൻ്റെ പ്രോഗ്രാമിങ്ങിനെ അത് സ്വാധീനിക്കുകയും ചെയ്യുന്നു. അതൊരു പക്ഷേ നമുക്ക് കൺട്രോൾ ചെയ്യുവാൻ കഴിയാത്തതാണ്. ഇതുവരെയുള്ള പഠന ഗവേഷണ രീതികളും അറിവും വെച്ചുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ കഴിയാത്തതാണ്.
നമ്മുടെ കൺട്രോളിങ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ഡൊമൈനും അപ്പുറത്താണ്. അത് അവിടെ ഇരിക്കട്ടെ. ഇനി രണ്ടാമത്തെ ഒരു വഴി നമ്മുടെ മനസ്സ് പ്രോഗ്രാം ചെയ്യപ്പെടുന്നത് നമ്മുടെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിലൂടെയാണ്. നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മൾ പഠിക്കുന്ന സ്ഥലം, നമ്മുടെ അച്ഛനും അമ്മയും നമ്മളെ വളർത്തുന്ന രീതി, ഒന്ന് നമ്മൾ പഠിക്കുന്ന സ്ഥലം, നമ്മൾ ഇടപെടുന്ന ആൾക്കാർ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മൾ കാണുന്ന സിനിമകൾ, നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങൾ, ജീവിതത്തിലുണ്ടാകുന്ന അനുഭവങ്ങൾ, വീട്ടിലെ സാഹചര്യം, ഇത്തരത്തിൽ നമ്മുടെ എൻവയോൺമെൻറ്റ് വളരെ കാര്യമായ രീതിയിൽ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. ഈ പ്രോഗ്രാമിംഗ്, നമ്മുടെ മനസ്സിലുള്ള പ്രോഗ്രാമിംഗ് മികച്ചതാകണമെങ്കിൽ ജനറ്റിക്കലി കിട്ടുന്ന പ്രോഗ്രാമിങ്ങോ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിലൂടെ കിട്ടുന്ന പ്രോഗ്രാമിങ്ങിലോ എവിടെയെങ്കിലും ഒന്നിൽ നമുക്ക് വർക്ക് ചെയ്യാനെങ്കിലും ഒന്നിലെങ്കിലും വർക്ക് ചെയ്യാൻ നമുക്ക് കഴിയണം. ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ ജനറ്റിക്കൽ ഫാക്ടേഴ്സിലെ പ്രോഗ്രാമിംഗ് നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയുന്നവയല്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മനസ്സെന്ന ചിപ്പിൻ്റെ പ്രോഗ്രാമിങ്ങിനെ മികച്ചതാക്കാൻ നമുക്ക് വർക്ക് ചെയ്യുവാൻ കഴിയുന്നത് നമ്മുടെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിലാണ്. അതെങ്ങനെ വർക്ക് ചെയ്യാം? അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വരുന്നത്. നമ്മുടെ ജീവിതം ഏറ്റവും മികച്ച രീതിയിൽ മുന്നോട്ട് പോകുവാൻ, ഒരുപക്ഷെ മികച്ച ഔട്ട്പുട്ട് ഉണ്ടാകുവാൻ നമ്മുടെ മനസ്സിൻ്റെ പ്രോഗ്രാമിംഗ് പോസിറ്റീവ് ആകണമെങ്കിൽ ആ പ്രോഗ്രാമിനെ പോസിറ്റീവ് ആക്കുവാൻ നമുക്ക് കഴിയുന്നത് നമ്മുടെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിൽ വർക്ക് ചെയ്തുകൊണ്ടാണ്. എങ്ങനെ? മികച്ചൊരു അന്തരീക്ഷം നമ്മുടെ വീട്ടിലുണ്ടാവുക, നല്ല സ്വഭാവമുള്ള വ്യക്തികളുമായി മാത്രം കൂട്ടുകൂടുക, നല്ല അന്തരീക്ഷമുള്ള ഒരു ഓഫീസിനെ വർക്ക് ചെയ്യുവാൻ തിരഞ്ഞെടുക്കുക. വർക്ക് ചെയ്യുന്ന ഓഫീസിൽ നിന്നും കിട്ടുന്ന പണം മാത്രമല്ല, മറിച്ച് അവിടുത്തെ അന്തരീക്ഷവും സംസ്കാരവും രീതികളും ഒക്കെ കൂടെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളത് തിരഞ്ഞെടുക്കുക. നല്ല പുസ്തകങ്ങൾ വായിക്കുക. അതിനോടൊപ്പം ടെലിവിഷൻ ചാനലുകൾ, വിഷ്വൽ മീഡിയ ഇന്ന് നമ്മളെ ഏറ്റവും അധികം ഇമ്പാക്റ്റ് ചെയ്യുന്ന മാധ്യമങ്ങളിൽ ഒന്നാണ്. ആ ടെലിവിഷൻ ചാനലുകളിൽ നമ്മൾ കാണുന്ന പരിപാടികൾ ഏറ്റവും മികച്ചതാണെന്ന് ഉറപ്പുവരുത്തുക. അതിൻ്റെ കണ്ടന്റ് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും പോസിറ്റീവായി സ്വാധീനിക്കുന്ന, ജീവിതത്തിൽ ഒരു രാവിലെ നമ്മൾ എഴുന്നേൽക്കുകയാണെങ്കിൽ ആ ദിവസം തുടങ്ങുന്നതിന് മുമ്പ് ജീവിതത്തിന് ഏറ്റവും പോസിറ്റീവായ രീതിയിൽ സ്വാധീനിക്കുന്ന വാക്കുകൾ നമുക്ക് കേൾക്കുവാൻ കഴിയുക, വാർത്തകൾ അറിയുവാൻ കഴിയുക, പോസിറ്റിവിറ്റിയുള്ള വ്യക്തികളുമായിട്ടുള്ള സംഭാഷണങ്ങൾ നമുക്ക് കേൾക്കുവാൻ കഴിയുക, കണ്ണിനും മനസ്സിനും കുളിർമ നൽകുന്ന കാഴ്ചകൾ നമുക്ക് കാണുവാൻ കഴിയുക. അത്തരത്തിലുള്ള കാര്യമാണ് നമ്മളൊരു ദിവസം രാവിലെ കാണുന്നതെങ്കിൽ അത് നമ്മുടെ മനസ്സിനെ പ്രോഗ്രാം ചെയ്യുകയും അത് ആ ദിവസത്തേക്ക് മാത്രമല്ല, മറിച്ച് തുടർന്നുള്ള ദിവസങ്ങളിലും ജീവിതത്തിനെ വളരെ പോസിറ്റീവായി മികച്ചതായിട്ട് ഒരുപാട് ഊഷ്മളമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നമ്മളെ സഹായിക്കുകയും ചെയ്യും. ബി പോസിറ്റീവ് എന്ന ഈ പരിപാടി 200ാമത്തെ എപ്പിസോഡിൽ എത്തി നിൽക്കുമ്പോൾ ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് ഇത്തരത്തിലൊരു അനുഭവം നിങ്ങൾക്ക് തരുവാൻ വേണ്ടിയിട്ടാണ്. മനസ്സിൻ്റെ പ്രോഗ്രാമിങ്ങിൽ ഇടപെടുവാൻ കഴിയുന്നത് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സാണ്. ഒരു 50% ഉള്ളതെങ്കിൽ ആ ഫാക്ടേഴ്സിൽ ഒരു പങ്ക് വഹിക്കുവാൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. മികച്ച പരിപാടികളിലൂടെ, പോസിറ്റീവ് മെസ്സേജസിലൂടെ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉദ്ബോധനം തരുന്ന ചിന്തകളുള്ള ആൾക്കാരുമായിട്ടുള്ള സംസാരത്തിലൂടെ, മികച്ച അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിലൂടെ, കണ്ണിനും മനസ്സിനും കുളിർമ നൽകുന്ന കാഴ്ചകളിലൂടെ നിങ്ങളിലേക്ക് ഇത് തന്നുകൊണ്ടിരിക്കുന്നു. തിരിച്ചറിയുക, ബി പോസിറ്റീവ് ഒരിക്കലും ഒരു വിനോദ പരിപാടി മാത്രമല്ല, മറിച്ച് മനസ്സിൻ്റെ പ്രോഗ്രാമിങ്ങിലേക്ക് ഇടപെട്ടുകൊണ്ട് അതിനെ പോസിറ്റീവായി പ്രോഗ്രാം ചെയ്തുകൊണ്ട് ജീവിതത്തിൻ്റെ ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു ചിപ്പ് മനസ്സിൽ ഘടിപ്പിക്കുവാൻ സഹായിച്ചുകൊണ്ട് ഏറ്റവും ഉന്നതമായ രീതിയിൽ ജീവിതത്തിനെ മുന്നോട്ട് നയിക്കുവാൻ സഹായിക്കുന്ന പരിപാടി കൂടെയാണ്. ഇനിയും ഇത്തരത്തിലുള്ള മികച്ച ചിന്തകളുമായിട്ട് ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും. എല്ലാ ദിവസവും ഏറ്റവും കൃത്യമായ രീതിയിൽ ബി പോസിറ്റീവിലെ ഓരോ സെഗ്മെന്റും കാണുമ്പോഴത്തേക്കും അത് നിങ്ങളുടെ മനസ്സിലെ ചിപ്പിനെ ഒരു പടി പ്രോഗ്രാമിംഗ്, ഒരു പടി പോസിറ്റീവ് പ്രോഗ്രാമിംഗ് കൂടെ മുന്നോട്ട് നയിക്കുന്നതാണെന്ന തിരിച്ചറിവോടെ കാണുക. കൂടുതൽ അർത്ഥവത്തായ രീതിയിൽ സ്വീകരിക്കുക. ഞങ്ങൾ പ്രേക്ഷകരോട് പലതവണ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, പ്രേക്ഷകരുടെ സ്നേഹം എന്ന് പറയുന്നത് വിലമതിക്കാനാവാത്ത ഒന്നാണ് എന്നുള്ളത്. ശരിക്കും കളങ്കമില്ലാത്ത കറയറ്റ സ്നേഹമാണ്, പ്രേക്ഷകരുടെ ആ ഒരു സ്നേഹമാണ് ഞങ്ങളെ ഇന്ന് ഈ ഒരു പദവിയിൽ അല്ലെങ്കിൽ ഈ ഒരു ആഘോഷ തിമിർപ്പിൽ ഞങ്ങളെ ഇവിടെ ഇരുത്തിയത്. തീർച്ചയായിട്ടും നിങ്ങൾ തന്നിട്ടുള്ള സ്നേഹം ഇനിയും യാതൊരു കുറവുമില്ലാതെ, ഒരു അപേക്ഷയാണ്, യാതൊരു കുറവുമില്ലാതെ നിങ്ങൾ തന്നിട്ടുള്ള അതേ സ്നേഹം അതേ രീതിയിൽ ഞങ്ങൾ വീണ്ടും പ്രതീക്ഷിക്കുന്നു. അതിനായി ഞങ്ങളൊരു വിലാസം തരുന്നു. ബി പോസിറ്റീവ്, പനോരമ മീഡിയ, ചെട്ടിക്കുളങ്ങര, തിരുവനന്തപുരം 1. ഫോൺ നമ്പർ 047124666160. ഇമെയിൽ panoramatvmedia@gmail.com. ഗോപിക,
ബി പോസിറ്റീവ് എന്ന് പറയുന്ന ഒരു പരിപാടിയെക്കുറിച്ച് നാം ചിന്തിക്കുകയാണെങ്കിൽ അത് കുടുംബ അംഗങ്ങളുടെ ഒത്തൊരുമിച്ചുള്ള ഒരു സ്നേഹത്തിൻ്റെ ഒരു സമ്മാനമാണ് എന്ന് പറയാം അല്ലേ? തീർച്ചയായിട്ടും ആ ഒരു സ്നേഹ സമ്മാനമാണ് ഞങ്ങളുടെ പരിപാടി രൂപത്തിൽ പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഒരുപക്ഷെ എത്തുന്നത്. നമ്മുടെ ഇടയിലുള്ള ആ ഒരു ഐക്യം തീർച്ചയായിട്ടും അത് തന്നെയാണ് ഒരുപക്ഷെ ഇത്രയും ഒരു സക്സസ്ഫുൾ ആയിട്ട് ഈ ഒരു ഷോ മുമ്പോട്ട് പോകാനായിട്ട് സഹായിക്കുന്നത്. അതെ, എന്ത് വന്നാലും നമുക്ക് പരസ്പരം പറയാനും അത് പങ്കുവെക്കാനും എത്തിക്കാനും. നമുക്ക് കഴിയുന്നുണ്ട്. പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന വിഭവങ്ങൾ ഒരുക്കി തീർക്കാൻ ഞങ്ങളുടെ അണിയറ പ്രവർത്തകർ ഒരുപാട് ശ്രമിക്കുന്നു അല്ലേ? അപ്പൊ ശരത്തെ, നമുക്ക് നമ്മുടെ 200ാമത്തെ എപ്പിസോഡ് ഇവിടെ ഒരു അവസാനിപ്പിക്കേണ്ട ഒരു ഘട്ടം എത്തിയിരിക്കുന്നു. ഗോപിക, അതിനു മുമ്പ് ഒരാഗ്രഹം പറഞ്ഞോട്ടെ. എന്താ? അത് അത്യാഗ്രഹമാണോ എന്നറിയില്ല, എന്നാലും പറയുകയാണ്. ഇന്ന് ഞങ്ങൾ 200ന്റെ നിറവിലാണ്. ശരിക്കും ഒരു 2000ത്തിന്റെ നിറവിൽ എത്തിക്കാൻ നിങ്ങൾ ഞങ്ങളെ സഹായിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്ക്. തീർച്ചയായിട്ടും നിങ്ങളുടെ അനുഗ്രഹവും ആ ഒരു പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ നമുക്ക് എത്താൻ സാധിക്കും അല്ലേ? തീർച്ചയായും ശരത്തെ, ശരത്തിന്റെ ആ ഒരു ആഗ്രഹവും പ്രാർത്ഥന അതുപോലെ തന്നെ സംഭവിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് അവസാനിപ്പിക്കേണ്ട ഘട്ടം എത്തിയിരിക്കുകയാണ്. പക്ഷെ നാളെ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ കൂടുതൽ നല്ല വിഭവങ്ങളായിട്ട് ഞങ്ങൾ എത്തിച്ചേരും. ആ ഒരു വാഗ്ദാനത്തോടെ, പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ ഇന്നത്തെ ധ്യാനം ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.